തെലങ്കാനയിലെ തകർന്ന തുരങ്കത്തിൽ 48 മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുന്ന 8 തൊഴിലാളികളെ പുറത്തെത്തിക്കുവാനുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായതിനാൽ ദൗത്യം നിലവിൽ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് തുരങ്കത്തിൽ കുടുങ്ങിയവരുമായി ബന്ധപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം. ചെളിയും വെള്ളവും രക്ഷാദൗത്യത്തിന് തടസ്സമാകുന്നതിനാൽ അവരുടെ അതിജീവന സാധ്യത കുറയുന്നതായി അധികാരികൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പ്രവർത്തനം ഊർജിതമാക്കിയത്. നാഗർ കുർണൂലിലെ ശ്രീശൈലം അണക്കെട്ടിന്റെ പിന്നിലെ 44 കിലോമീറ്റർ നീളമുള്ള തുരങ്കം ശനിയാഴ്ച രാവിലെ ചില തൊഴിലാളികൾ ചോർച്ച നന്നാക്കുന്നതിനിടെയാണ് തകർന്നു വീണത്. ഇവരിൽ ഭൂരിഭാഗവും രക്ഷപ്പെട്ടെങ്കിലും 8 പേർ കുടുങ്ങിപ്പോകുകയായിരുന്നു. 48 മണിക്കൂർ പിന്നിട്ടെങ്കിലും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. തുരങ്കത്തിന്റെ മുഖത്തുനിന്ന് കുറഞ്ഞത് 13 കിലോമീറ്റർ അകലെയാണ് തകർച്ചയുണ്ടായത്. അറ്റകുറ്റപ്പണിക്കായി തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ബോറിംഗ് മെഷീൻ എടുത്തവരെ രക്ഷാപ്രവർത്തകർ എത്തിയതായി നാഗർ കുർണൂൽ ജില്ലാ കളക്ടർ ബി സന്തോഷ് വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ 2023 ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ ഓപ്പറേഷന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തിലെ 6 പേരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ്. സ്ഥലത്തെ ചളി രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. തുരങ്കത്തിൽ ഓക്സിജനും വൈദ്യുതിയും ലഭ്യമാക്കിയിട്ടുണ്ട്. വെള്ളം വറ്റിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. NDRFന്റെ 4 ടീമുകൾ, 24 സൈനികർ, SDRF ഉദ്യോഗസ്ഥർ, സിംഗറേണി കോളിയറീസ് കമ്പനി ലിമിറ്റഡിലെ 23 അംഗങ്ങൾ, ഇൻഫ്രാ സ്ഥാപനത്തിലെ അംഗങ്ങൾ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. 2 എഞ്ചിനീയർമാരും 6 തൊഴിലാളികളുമാണ് കുടുങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. കുറച്ചുനാളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന തുരങ്കത്തിൽ 4 ദിവസം മുമ്പാണ് വീണ്ടും നിർമ്മാണം ആരംഭിച്ചത്.